നാളെ ഈ തിയേറ്ററിൽ പോയിട്ട് കൈയടിച്ചിട്ട് ഈ ഒരു മൂവി ആയിരുന്നു ലൈക്ക് കൈയടിച്ച് തകർത്തു. പൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ബ്രോ ഏത് മൂവിയാ കണ്ടത്? ഞാൻ റൈഫിൽ എങ്ങനെയുണ്ട് ബ്രോ? നൈസ് ഉണ്ട്. നൈസാണ്. ഇങ്ങനെ ആഷിഖ് കപൂറിന്റെ ഫാനാണോ കേട്ടോ? അങ്ങനെ വന്നതിനാണ് പുള്ളി. എങ്ങനെയുണ്ട് DOP കൂടെ പുള്ളി ചെയ്തത്? അടിപൊളിയാണ് പടം, അടിപൊളി. നിങ്ങൾ പടം ടച്ചൊക്കെ എവിടെയെങ്കിലും നിങ്ങൾ പടം കണ്ട കണ്ടില്ല. പടം കാണാൻ മൊത്തത്തിൽ എങ്ങനെയുണ്ട് അഭിപ്രായം? എങ്ങനെ? നൈസ് ഉണ്ട് പടം, നൈസ് ഉണ്ട്. നൈസാണ്. എങ്ങനെയുണ്ട്? നല്ലായിരുന്നു. റൈഫിൾ ക്ലബ്ബായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ കുറെ നാൾക്ക് ശേഷം ആഷിഖ് കപൂർ പടം വരുമല്ലോ? നല്ല ഡയറക്ഷൻ സിനിമയാണോ? ഒരു ആക്ഷൻ നല്ല ഡയറക്ഷനാണ്. നല്ല ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ വർക്കും BGM സൂപ്പറാണ്. എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവിയാണ്, പൊളി. എല്ലാം ഒന്നും പറയാൻ 100/100 സൂപ്പർ മൂവി. ഇഷ്ടപ്പെട്ടോ പടം? അയാളൊരു ബ്രില്യൻ്റ് ഫിലിം മേക്കറാണ്. അതിൻ്റെ പ്രത്യേകിച്ച് അയാളാണ് ഈ സിനിമയിൽ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. നമ്മൾ കുറേ ആളുകൾ അയാളെ പ്രൊപ്പഗൻഡ വെച്ചിട്ട് അയാളെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു. അതിനുള്ള മറുപടിയാണ് ഈ സിനിമ. പ്രത്യേകിച്ച് വലിയ സ്റ്റാർഡോ ഒന്നുമില്ല. അതിൻ്റെ തിരക്കഥയും അതിൻ്റെ ഫ്രെയിംസും മേക്കിംഗ് സ്റ്റൈലും പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്. ഗംഭീരമാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. ആ നാച്ചുറൽ ആംബിയൻസ്, അതിൻ്റെ ഈ ഡയലോഗ് പ്രസൻറ്റേഷൻസ്, തിരക്കഥ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. അതുകൊണ്ടുണ്ട് സ്പേസ് ഉണ്ട്. ഒരു എന്താണ് നമ്മളീ പറയുന്ന ആളുകളൊന്നും അല്ല യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാർ. അവരെ ആക്ഷൻ കൊണ്ടും പ്രസൻസ് കൊണ്ടും ഡയലോഗ് കൊണ്ടും ഒക്കെ നന്നായിട്ട് ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്പേസ് ഉണ്ട്. RX വിജയ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് തിയേറ്ററാണ്. അതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റി കാണാൻ പറ്റി. പിന്നെ ആ വൈൽഡ് സീൻസൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ എന്താണ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടമായിരുന്നു. ഭയങ്കര ഒരു ആക്ഷൻ പാക്ഡ് ആയിരുന്നു പടം. എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അവരെല്ലാവരെയും ഫില്ല് ചെയ്ത നല്ല സ്റ്റോറിയായിരുന്നു. അതെ ഭയങ്കര രസമായിരുന്നു. തോന്നിയിരുന്നു. ആ ഡ്രസ്സിങ്ങും 80s സ്റ്റൈൽ എല്ലാം കൊള്ളായിരുന്നു. വൈബ് പടം, പൊളി. കുക്ഡ് എന്ന് പറയില്ലേ, സൂപ്പറായിരുന്നു. യെസ് വാണിവിഷൻ. ഞാൻ കുറേ നാളെ ഈ തിയേറ്ററിൽ പോയിട്ട് കൈയടിച്ചിട്ട് ഈ ഒരു മൂവി ആയിരുന്നു ലൈക്ക് കൈയടിച്ച് തകർത്തു. പൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഞാൻ അങ്ങനെ മാസം എന്ന് പറയുന്ന എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സും ഒരാൾ ഭയങ്കര ഡോമിനേറ്റ്, എല്ലാവരും ഒരേ പൊളി. ടെക്നിക്കലി മ്യൂസിക്, ക്യാമറ, ആക്ഷൻ എല്ലാം. ഈ ആക്ഷൻ ചെയ്യുമ്പോൾ ഭയങ്കര കൂൾ, സ്മൂത്ത് ആണ്. നമുക്ക് ഒരിക്കലും ഒരു സ്മൂത്ത്നെസ് ഇല്ല. ഭയങ്കര സ്മൂത്ത് ആയി എല്ലാം പോയി. സൂപ്പർ. ഷോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കുറേ നാളെ കൈയടിച്ചിട്ട് തിയേറ്ററിൽ ഇതിൽ കൈയടിച്ച് ഭയങ്കര എൻജോയ് ചെയ്തു. നല്ല പടമായിരുന്നു. ആക്ഷൻ പടം തന്നെയായിരുന്നു. എക്സ്പെക്ടേഷൻ പോലെ നല്ല പടമാണ്. നല്ലതായിരുന്നു. നല്ല ഫിലിമായിരുന്നു. എനിക്ക് മേക്കിംഗ് ആണ് ഇഷ്ടപ്പെട്ടത്. കാണാറുണ്ട്. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അമൽനീരദിന്റെ ഉണ്ട്. അതെ, പക്ഷെ എനിക്ക് ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ആർട്ടൊക്കെ അടിപൊളിയായിട്ട് ഭയങ്കര രസമായിരുന്നു. ഇടയ്ക്ക് വേറെ ഏതൊരു ഫിലിമിൽ ഇപ്പം വന്നിരുന്നു. ഓക്കെ, ഭയങ്കര രസമുണ്ടായിരുന്നു. നമുക്ക് വാണീശ്വനാഥിനെ അറിയുന്നതിന് ആ ഒരു മാസ് ആണല്ലോ. അപ്പം അത് ഭയങ്കര രസമായിട്ട് തിരിച്ചു വന്നപ്പോൾ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ. നല്ല സൗണ്ടും നല്ല ഇതൊക്കെ ഉള്ള തിയേറ്ററിൽ പോയി കണ്ടാൽ അടിപൊളിയായിരിക്കും. സൂപ്പർ. കാണാറുണ്ട്. പിന്നെ ഇതിൽ എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർ ചെന്ന ഹെഗ്ഡെ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കഷിയും എല്ലാവരെയും കൂടി അതുകൊണ്ട് കാണണമെന്നുണ്ടായിരുന്നു. ഹാപ്പിയാണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും ഒരുപാട് താരങ്ങളുണ്ട്. നന്നായിട്ടുണ്ട്. DOP ഒക്കെ എങ്ങനെയുണ്ട്? പലരും പറഞ്ഞു അമൽനീരദ് ടച്ചൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഞാൻ അവസാനം DOP ആരാന്ന് നോക്കാനിരിക്കുകയായിരുന്നു. എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു ആഷിഖ് തന്നെയാണെന്ന്. സൂപ്പർ. നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. തിയേറ്ററിൽ തന്നെ കാണുമായിരിക്കും നല്ലത്. ഈ ഒരു ഇമ്പാക്റ്റ്
മിനി സ്ക്രീനിൽ കിട്ടില്ല. നല്ലതായിരുന്നു. ദർശനയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. സുരഭി ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? കുറെ നാൾക്ക് ശേഷം തിരിച്ചു വരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു എല്ലാവരെയും. മൊത്തത്തിലൊരു സിനിമ എങ്ങനെ ഫാമിലിക്ക് ഇത് റെക്കമെൻഡ് ചെയ്യും? അതോ ഒരു ഭയങ്കരമായിട്ട് ഫാമിലിക്ക് കാണാം. ആക്ഷൻ സീൻസ് ആണ് മൊത്തം. ഇഷ്ടപ്പെടുന്നവർക്ക് കാണാം. ക്യാമറയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? DOP വർക്കൊക്കെ ആഷിക മുതൽ സംവിധായകൻ തന്നെയാണ് ക്യാമറയും ചെയ്തിരിക്കുന്നത്. അതും കൊള്ളാം. എല്ലാം കൊള്ളായിരുന്നു. കൊള്ളാം. അടിപൊളി.